ഇന്നൊരു ലഞ്ച് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് സമയമൊന്നും ഇല്ലാത്തപ്പോൾ അതുപോലെ മടിയൊക്കെ ഉള്ള സമയത്ത് പച്ചക്കറികളൊന്നും വീട്ടിലില്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ലഞ്ചാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലാതെ റൈത്തയുടെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പാൻ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാൻ ശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ 5 വെളുത്തുള്ളി, ഇത് ഇത്രയും കൂടിയിട്ട് ഇത് രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ചേർക്കാതെ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 വലിയ സവാള ഇതുപോലെ നല്ല കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തെടുത്തതാണ്. സവാള നമ്മൾ നല്ല കനം കുറച്ചിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട്. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ചധികം തന്നെ ചേർക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ സവാള വഴറ്റിയെടുക്കണം. കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയ്ക്ക് അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 1 ടീസ്പൂൺ ചേർത്തു. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. തീ കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ചോറിൽ ഉപ്പൊക്കെ ഇട്ട് വേവിക്കുന്നതാണെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ചോറ് ചേർക്കാം. വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചോറായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പച്ചരി ചോറാണ്. 2 കപ്പ് അളവിൽ ചോറാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. അവസാനമായിട്ട് ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടി ചേർക്കാം. അരമുറി മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ നാരങ്ങയുടെ നീരില്ലെങ്കിൽ 1 ടീസ്പൂൺ വിനീഗർ ചേർത്താലും മതി. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ മുട്ട പൊരിച്ചതും റൈത്തയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.